മെറ്റലർജി, വീഡിയോ കുറച്ച് പേരോട് ഓൺ ചെയ്യാനുണ്ടല്ലോ. യാസിൻ, ആദിൽ, നസീർ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം. ആദിൽ മുഹമ്മദ് ഓഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ഞാൻ ഈ ചാപ്റ്റർ 6 എന്തെങ്കിലും നോട്ട് എഴുതി തന്നിട്ടുണ്ടോ? എന്തെങ്കിലും എഴുതി തുടങ്ങിയായിരുന്നോ? എവിടെ വരെ എഴുതി? മെറ്റലർജിയുടെ സ്റ്റെപ്സ്. 3 സ്റ്റെപ്പ് വരെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, 6ാമത്തെ ചാപ്റ്റർ നമ്മൾ മെറ്റലർജി പ്രോസസ്സുകളെ പറ്റി, മെറ്റലർജിയെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് എന്താണ് ഒരു മിനറല്, എന്താണ് ഒരു ഓറ്, അത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ എഴുതി തന്നിട്ടുണ്ടെന്ന് കരുതുന്നു. എന്താണ് ഒരു മിനറല്, എന്താണ് ഓറ് എന്നുള്ളതിന്റെ വ്യത്യാസം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാനൊന്ന് പറഞ്ഞത് മിനറലും ഓറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആദിൽ, നസീഹിന് ഓർമ്മയുണ്ടോ എന്താണ് മിനറലും ഓറും തമ്മിലുള്ള വ്യത്യാസം? മിനറലിനകത്ത് നമുക്ക് മെറ്റല്, എല്ലാ മിനറൽസിന്നും മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഓറിന്ന് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു മെറ്റൽ നമ്മൾ എടുക്കുക. ഇപ്പൊ സിങ്ക്, നിങ്ങൾക്ക് ബോർഡ് കാണാമല്ലോ അല്ലെ? സിങ്ക് അല്ലെങ്കിൽ അയൺ അല്ലെങ്കിൽ കോപ്പർ, ഇങ്ങനെയുള്ള ഏതെങ്കിലും മെറ്റൽ നമ്മൾ എടുക്കുക. ഈ മെറ്റല് ഭൂമിയിൽ കാണപ്പെടുന്നത്, നമ്മുടെ ഭൂമിയിൽ മെറ്റൽ കാണപ്പെടുന്നത് ഇങ്ങനെ മെറ്റൽ ആയിട്ടല്ല. ഇപ്പൊ അയൺ എന്ന് പറയുന്ന മെറ്റൽ അയൺ ആയിട്ടല്ല ഭൂമിയിൽ കാണപ്പെടുന്നത്. കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ കോപ്പർ ആയിട്ടല്ല കാണപ്പെടുന്നത്. സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ സിങ്ക് ആയിട്ടല്ല കാണപ്പെടുന്നത്. പകരം എന്തായിട്ടാണ്? അതിന്റെ കോമ്പൗണ്ടുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിങ്ക് സൾഫൈഡ്, അല്ലെങ്കിൽ അയൺ സൾഫൈഡ്, അയൺ കാർബണേറ്റ്, കോപ്പർ ക്ലോറൈഡ്, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ്, അല്ലെങ്കിൽ കോപ്പർ കാർബണേറ്റ്, അങ്ങനെ പലതരം കോമ്പൗണ്ടുകളായിട്ടാണ് ഈ പറയുന്ന മെറ്റലുകൾ എവിടെ കാണുന്നത്? ഭൂമിയിൽ കാണപ്പെടുന്നത്. ഇത്തരം കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിനറൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ ഇത് കാണപ്പെടുന്നത് എന്ത് കോമ്പൗണ്ട് ആയിട്ടാണ്? ആ കോമ്പൗണ്ടുകളൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും? മിനറൽ എന്ന് വിളിക്കും. അപ്പൊ സിങ്കിന് തന്നെ ഇഷ്ടംപോലെ മിനറൽസ് ഉണ്ടാവാം, കോപ്പറിന് തന്നെ ഇഷ്ടം പോലെ മിനറൽസ് ഉണ്ടാവാം. പക്ഷെ ഈ എല്ലാ മിനറൽസിൽ നിന്നും നമുക്ക് ഈ മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഈ കോമ്പൗണ്ടുകളിൽ നിന്ന് എങ്ങനെ മെറ്റലിനെ വേർതിരിച്ചെടുക്കണം, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ കോപ്പറിന്റെ ഏതെങ്കിലും ഒരു മിനറലിൽ നിന്ന് കോപ്പറിനെ മാത്രം എങ്ങനെ വേർതിരിച്ചെടുക്കാം, അയണിന്റെ ഏതെങ്കിലും ഒരു മിനറലിൽ നിന്ന് അയണിനെ മാത്രം എങ്ങനെ വേർതിരിച്ചെടുക്കാം, ഇതാണ് നമ്മൾ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് എന്താ? ഭൂമിയിൽ ഇപ്പൊ അയണിന്റെ ഇഷ്ടം പോലെ മിനറൽസ് കാണും, 100 കണക്കിന് മിനറൽസ് കാണും. പക്ഷെ ഈ പറയുന്ന എല്ലാ മിനറലിൽ നിന്നും നമുക്ക് അയണിനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ? അതിന് പല കാരണങ്ങളുണ്ടാവും. അതിനകത്ത് ഏതെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് പറയാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എല്ലാ മിനറലിൽ നിന്നും അയണിനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ലാത്തത്? എന്തുകൊണ്ടായിരിക്കും ഹാഫിസ് മുഹമ്മദ്? അയണിനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വേർതിരിച്ചെടുക്കാൻ, എല്ലാ മിനറലിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ? നമ്മള് എന്താണ്, നമ്മളൊരു മിനറൽ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു അയണിനെ വേർതിരിച്ചെടുക്കണത്, ആ പ്രോസസ്സ് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് വിചാരിക്കുക. ഭയങ്കര പൈസ ചെലവാക്കി മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെത്തേഡ് വേണ്ടാന്ന് വെക്കുകയുള്ളൂ. കാരണം ഇത്രയും പൈസ ചെലവാക്കി നമ്മൾ ഒരു മെറ്റലിനെ ഒരു മിനറലിൽ നിന്ന് വേർതിരിച്ചെടുക്കേണ്ട കാര്യം നമുക്കില്ല. കാരണം അത്രയും പൈസ ചെലവാക്കാൻ നമ്മുടെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ആ മിനറലിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കാറില്ല. പിന്നെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാരണം, ഒരു മിനറലിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ലാത്തതിന്, അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കണ്ട എന്ന് നമ്മൾ വെക്കുന്നതിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? എനി അതർ റീസൺ ഉണ്ടോ ആൾറിനെ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഓർക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ, ഒരു ആൾറിന്റെ കയ്യിൽ ഒരു മിനറൽ ഉണ്ട്. ആ മിനറലിൽ നിന്ന് ഞാൻ പറയുകയാണ് ആൾറിനോട് അയണിനെ വേർതിരിച്ചെടുക്കണം. അപ്പൊ ആൾറിൻ ആദ്യം നോക്കുന്ന ഫാക്ടർ ഇപ്പൊ ഹാഫിസ് പറഞ്ഞു. നിഹാല് കൈ പൊക്കിയിട്ടുണ്ടല്ലോ, നിഹാല് പറഞ്ഞോളൂ. അവസരം കൊടുക്കുക. ക്വാണ്ടിറ്റി ആണോ?
ക്വാണ്ടിറ്റി, യെസ് കറക്റ്റ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന മിനറലിലെ ഈ മെറ്റൽ എന്തോരം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൾഡറിന്റെ കയ്യിലേക്ക് ഞാനൊരു മിനറൽ എന്നിട്ട് അതിന്റെ അകത്ത് അയൺ വേർതിരിച്ചെടുക്കാൻ പറയുമ്പോ ആൾഡറിൻ നോക്കുമ്പോൾ അതിന്റെ അകത്ത് ആകെ ഒരു 1-2% അയണേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇനി അത് വേർതിരിച്ചെടുത്തിട്ട് കാണിക്കാൻ ആകെ 2% അയൺ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റൽ, ആ മിനറലിലുള്ള മെറ്റലിന്റെ അളവ് കുറവാണെങ്കിലും നമ്മൾ ആ മിനറലിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കാറില്ല. ഇതുകൊണ്ടാണ് ഞാൻ ജനറലി പറഞ്ഞത് എന്താണ്, എല്ലാ മിനറലിൽ നിന്നും നമ്മൾ മെറ്റലിനെ വേർതിരിച്ചെടുക്കാറില്ല. അപ്പൊ അയണിന് തന്നെ 100 കണക്കിന് മിനറലുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് എല്ലാ മിനറലിൽ നിന്നും നമ്മൾ അയണിനെ വേർതിരിച്ചെടുക്കാറില്ല. അതിന്റെ കാരണങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒന്ന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ ആ മിനറലിലുള്ള അയണിന്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കാം. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ വേർതിരിച്ചു. അപ്പൊ നമ്മൾ ഏതൊക്കെ മിനറലിൽ നിന്നാണോ നമ്മൾ അയണിനെ വേർതിരിച്ചെടുക്കുന്നത് ആ മിനറലിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഓർ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അയണിന് തന്നെ 100 കണക്കിന് മിനറൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ മിനറലുകളിൽ നിന്ന് ഏതൊക്കെ മിനറലുകളിൽ നിന്ന് നിങ്ങൾ അയണിനെ വേർതിരിച്ചെടുക്കുന്നുണ്ടോ ആ മിനറലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓർ എന്ന്. സോ ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ മിനറൽ ആൻഡ് ആൻ ഓർ. ഒരു മിനറലും ഓറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവർക്കും മനസ്സിലായോ എന്താണ് മിനറൽ, എന്താണ് ഓർ എന്ന് മനസ്സിലായോ? ഇനി അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് മെറ്റലർജി എന്താണ്. വാട്ട് ഈസ് മെറ്റലർജി? മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാമോ എന്താണ് മെറ്റലർജി എന്ന്? പറയാമോ? ബേസില് മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മിനറൽ എന്താണ്, ഓർ എന്താണെന്ന് പറഞ്ഞു. ഇനി മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താ? ഈ മെറ്റല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണ ഇതാണ് അല്ലേ? അതെ അതെ. അതായത് ഒരു ഓർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഓറിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ, അതിന് പറയുന്ന പേരാണ് മെറ്റലർജി. എന്താണ് മെറ്റലർജി എന്ന് പറഞ്ഞാൽ ഒരു ഓറിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ആൻ ഓർ. ഒരു ഓറിൽ നിന്ന് മെറ്റലിനെ മാത്രം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെറ്റലർജി പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ മെറ്റലർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യണമല്ലോ. ആരാ? ജസിയ ഒന്ന് ഓഡിയോ ഓൺ ചെയ്ത്. ജസിയ, മിനറലിന്റെ ഡെഫിനേഷൻ എഴുതി തന്നിട്ടുണ്ടോ? ഓറിന്റെ ഡെഫിനേഷൻ എഴുതി തന്നിട്ടുണ്ടോ? മെറ്റലർജി എന്താണെന്ന് എഴുതി തന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റലർജി. ഏതൊരു മെറ്റലർജിക് പ്രോസസ് എടുത്താലും അതിന് പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകൾ ഉണ്ട്. 3 സ്റ്റെപ്പുകളാണ് ഏത് മെറ്റൽ, ഇപ്പൊ അയണിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സ്, അതിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. അത് ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്പ് എന്ന് ബുക്കിൽ നോക്കി ഒന്ന് വായിച്ച ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്പുകൾ? Step 1 concentration of the ore. ഒന്നാമത്തെ സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും അറിയാമോ? കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ? അസ്ലം, ഓറില് എന്തോരം ഉണ്ടെന്നുള്ളത്, ഓറില് മിനറൽ എന്തോരം ഉണ്ടെന്നുള്ളതാണ്. അല്ല അല്ല അതല്ല. കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ അതല്ല. മറന്നുപോയി. ആഷിഖ്, നാസർ, ആഷിഖ്. ഓർക്കണില്ല. ആദിൽ നസീഫിന് ഓർമ്മയുണ്ടോ? അല്ല, ആദിലിനോട് ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചതാണല്ലോ. ഒരു മിനിറ്റ് അവസരം കിട്ടാതിരിക്കണ അവസരം പറയട്ടെ. അൻവറിന് ഓർമ്മയുണ്ടോ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇല്ല. അൻവറിനോടൊന്നും ഞാൻ ചോദിക്കട്ടെ. അൻവർ ഭൂമിയിൽ നിന്ന് ഒരു ഓറിനെ കുഴിച്ചെടുത്തു എന്ന് വിചാരിക്കുക. ഒരു ഓറ് ഭൂമി നല്ല കിട്ടുള്ളൂ. കേട്ടോ, നമ്മളിങ്ങനെ മായാജാലം കാണിച്ചാൽ ഓറ് കിട്ടില്ലല്ലോ. നമ്മൾ ഭൂമിയിൽ നിന്നാണ് നമുക്ക് ഓറ് കിട്ടുന്നത്. ആ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അൻവർ ചെയ്യാൻ സാധ്യത? ഒരു ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആദ്യം അൻവർ എന്തായിരിക്കും ചെയ്യാൻ സാധ്യത? പ്യൂരിഫൈ ചെയ്യുക. പ്യൂരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഒക്കെ റിമൂവ് ചെയ്യുക, അല്ലെ? അതല്ലേ അതിന്റെ അർത്ഥം? ഭൂമിയിൽ നിന്ന് കിട്ടിയ ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ അകത്ത് വേണ്ടാത്ത പല സാധനങ്ങളും അതിന്റെ കൂടെ കാണും. നമുക്ക് വേണ്ട മെറ്റൽ അല്ലാണ്ട് വേറെ കുറെ ഇമ്പ്യൂരിറ്റീസുകൾ കാണും. ഈ ഇമ്പ്യൂരിറ്റീസിനെ ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് വിളിക്കുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ നിന്ന് നമുക്ക് ഓർ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇമ്പ്യൂരിറ്റിയാണോ? സാൻഡ്, മണല്, അല്ലെങ്കിൽ ക്ലേ, അല്ലെ, ചെളി, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ എർത്തിലെ ഇമ്പ്യൂരിറ്റീസ് ആണ് അതൊക്കെ. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കും ഇതൊക്കെ, സാൻഡ്, ക്ലേ പോലെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അതിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് വിളിക്കുന്നത്. ശരി, രണ്ടാമത്തെ സ്റ്റെപ്പ് വായിച്ച ജെസിയ. വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? Extraction of the metal from its concentrated ore. ഇപ്പൊ കോൺസെൻട്രേറ്റഡ് ഓർ എന്റെ കയ്യിലുണ്ട്. അതായത് ഓറിനെ എന്ത് ചെയ്തു? ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു, ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തു, അതായത് ഇമ്പ്യൂരിറ്റീസിനൊക്കെ കളഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഓറിൽ നിന്ന് മെറ്റലിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ആ ഓറിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഓറിലെ ഇമ്പ്യൂരിറ്റീസിനെ മൊത്തം കളഞ്ഞു. ഇനി എന്ത് ചെയ്യാണ്? ആ ഓറിൽ നിന്ന് മെറ്റലിനെ മാത്രം വലിച്ചെടുക്കുന്നു, വേർതിരിച്ചെടുക്കുന്നു. അതാണ് സെക്കൻഡ്. അതിനെയാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് എഴുതിയിരിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് മെറ്റലിനെ മാത്രം വേർതിരിച്ചെടുക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ഇപ്പൊ നമ്മുടെ കയ്യിൽ മെറ്റൽ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മെറ്റലിനെ മാത്രം വേർതിരിച്ചെടുത്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? Refining or purification of the metal. റിഫൈനിങ് ഓഫ് മെറ്റൽ. അതായത് ഇപ്പൊ കിട്ടിയിരിക്കുന്ന നമ്മളുടെ മെറ്റൽ ഉണ്ടല്ലോ, ആ മെറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ മെറ്റൽ. എന്താണ് വിളിക്കുന്നത്? റോ മെറ്റൽ. റോ എന്ന് പറഞ്ഞാൽ RAW, റോ മെറ്റൽ. എന്താ റോ മെറ്റൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിന്റെ മലയാള അർത്ഥം റോ മെറ്റൽ എന്ന് പറഞ്ഞതിന്റെ മലയാള അർത്ഥം എന്താണ്? എന്താ സുഹൈലെ റോ മെറ്റൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അതാ കിട്ടുമ്പോ അപ്പുള്ള മെറ്റൽ അല്ല, റോ മെറ്റൽ, റോ RAW, റോ. റോന്ന് വെച്ചാൽ ഈ പച്ച നമുക്ക് ഉദ്ദേശിക്കുന്നില്ലേ? പച്ച എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അത് ഈ മെറ്റലിന്റെ ഇതിന്റെ അകത്തേക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോ അതിനേക്കാളും നല്ലൊരു വാക്കുണ്ട്, അറിയില്ല. ക്രൂഡ് മെറ്റൽ. ക്രൂഡ് മെറ്റൽ നിങ്ങളുടെ വിളിക്കാം. ക്രൂഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ക്രൂഡ് മെറ്റൽ. ഈ എക്സ്ട്രാക്ഷൻ വഴി സെക്കൻഡ് സ്റ്റെപ്പിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന മെറ്റലിനെയാണ് നമ്മൾ ക്രൂഡ് മെറ്റൽ അല്ലെങ്കിൽ റോ മെറ്റൽ എന്ന് വിളിക്കുന്നത്. ക്രൂഡ് മെറ്റലിന്റെ അർത്ഥം ക്രൂഡ് ഓയിൽ എന്ന് കേട്ടിട്ടുണ്ടോ സുഹൈല്? ക്രൂഡ് ഓയിൽ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടോ? ക്രൂഡ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇത്രയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ അപ്പൊ ക്രൂഡ് ഓയിലിന്റെ മലയാളം? ഓയിൽ എന്ന് പറഞ്ഞാൽ എണ്ണ, ക്രൂഡ് എന്ന് പറഞ്ഞപ്പോ എന്താ? അറിയില്ല. അസംസ്കൃത എണ്ണ, അസംസ്കൃത ലോഹം എന്ന് പറയാം. അപ്പൊ ക്രൂഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അസംസ്കൃത ലോഹം. എന്താ അസംസ്കൃത ലോഹം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം? ഇപ്പൊ അത് അതിലും വലിയ പണിയായോ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ? അസംസ്കൃത ലോഹം എന്ന് പറഞ്ഞാൽ എന്നാ കൈലാസം? അതാ അർത്ഥം? ഇമ്പ്യൂരിറ്റീസ് ഉള്ള സംസ്കരിക്കപ്പെടാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. അസംസ്കൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടെ പ്യൂരിഫൈ ചെയ്യണം, അതാണ് അതിന്റെ അർത്ഥം. അതായത് ക്രൂഡ് ഓയിൽ, നിങ്ങൾ ക്രൂഡ് ഓയിൽ എടുത്ത് നേരെ കൊണ്ടുവന്ന് പപ്പടം കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു ആ സാധനം. കാരണം അതിന്റെ അകത്ത് ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ക്രൂഡ് ഓയിലിൽ നിന്ന് നിങ്ങൾ എന്ത് വേർതിരിച്ചെടുക്കുക? പല പല സാധനങ്ങൾ, ഇപ്പൊ മണ്ണെണ്ണ, പെട്രോള്, ഡീസല്, ഇങ്ങനെ പല പല സാധനങ്ങൾ വേർതിരിച്ചെടുക്കും. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന കമ്പനികളെയാണ് നമ്മൾ ഈ വലിയ കമ്പനികൾ എന്ന് പറയാറില്ല, എണ്ണ കമ്പനികൾ എന്ന് പറയാറില്ലേ? ആ എണ്ണ കമ്പനികൾ ചെയ്യുന്ന പണിയാണിത്. എന്ത്? ക്രൂഡ് ഓയിലിനെ മേടിച്ചിട്ട് അവര് അതിനെ റിഫൈൻ ചെയ്യും. അങ്ങനെ റിഫൈൻ ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് പെട്രോള്, ഡീസല്, കെറോസിൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? മെറ്റലിനെ നമ്മൾ റിഫൈൻ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടുന്ന മെറ്റൽ ക്രൂഡ് മെറ്റലാണ്, അസംസ്കൃത മെറ്റലാണ്. ആ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം? റിഫൈൻ ചെയ്യണം. പ്യൂരിഫൈ ചെയ്ത് നല്ല നല്ല പ്യുവർ മെറ്റലാക്കി മാറ്റുന്ന പ്രോസസ്സാണ് തേർഡ് സ്റ്റെപ്പ്. ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണ് ഒരു മെറ്റലർജി പ്രോസസ്സിനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് 3 സ്റ്റെപ്പുകൾ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓറിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നമുക്ക് ഒരു ഓർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ കളയുക. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് മെറ്റലിനെ മാത്രം വേർതിരിച്ചെടുക്കുക. എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. അതിനെയാണ് അപ്പൊ കിട്ടുന്ന മെറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രൂഡ് മെറ്റൽ എന്ന് വിളിക്കുന്നത്, അസംസ്കൃത ലോഹം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ ക്രൂഡ് മെറ്റലിനെ നമ്മൾ റിഫൈൻ ചെയ്യുക, കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇത്രയും കാര്യം ഞാൻ എഴുതി തന്നിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്തതാണ് നമ്മൾ ഈ ഓരോ സ്റ്റെപ്പും ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്?
കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. അപ്പൊ നിങ്ങൾ എന്തെഴുതുക, റോമൻ ലെറ്റർ 1 ഇടുക, എന്നിട്ട് ഹെഡിങ് ആയിട്ട് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ഇടുക. കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പൊ ആദ്യം അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് എഴുതാം. ഡെഫിനിഷൻ ഞാനിപ്പോ പറഞ്ഞു തന്നല്ലേ, എന്താണ്? ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് impurities is the process of removal of impurities like impurities like sand, 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 manal, sand, comma clay, 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 sand, comma clay, from the ore. Not വായിക്കാം. It is the process of removal of impurities like sand, clay, etc. from the ore. Sand, clay, etc. from the ore. ഇനി ഈ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. എന്താണ് വിളിക്കുന്നത്? നിങ്ങൾ നോക്ക്, GANGUE, ഗ്യാങ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാങ് കൂടി പോകുന്നതാണെന്ന് വിചാരിക്കരുത്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇമ്പ്യൂരിറ്റീസ്. ആ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്യാങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എഴുതിക്കോളൂ. ദ ഇമ്പ്യൂരിറ്റീസ് present in an ore. The impurities present in an ore is called ഗ്യാങ്. അപ്പൊ ഇനി എല്ലാവരും ഇങ്ങോട്ട് ഈ ബോർഡിലോട്ട് നോക്കിയേ. നമ്മളിപ്പോ എന്നാ ചെയ്തത്? നമ്മളിപ്പോ ഭൂമിയിൽ നിന്ന് ഒരു ഓറ് കുഴിച്ചെടുത്തു. ഏതോ ഒരു ഓറ് നമ്മൾ ഭൂമിയിൽ നിന്ന്, അയണിന്റെ ഒരു ഓറാന്ന് വിചാരിച്ചോ. ആ ഓറിന്റെ കൂടെ ഇപ്പൊ ആരും കൂടെ ഉണ്ട്, ഭൂമിയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് അതിന്റെ കൂടെ എന്തുണ്ട്? ഈ ഗ്യാങ്ങും ഉണ്ട്. ഓറിന്റെ കൂടെ ആരും കൂടെ ഉണ്ട്, ഗ്യാങ്ങും കൂടെ ഉണ്ട്. ഈ ഗ്യാങ്ങിനെ ഇതിന്റെ അകത്തുനിന്ന് കളയണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്ന് കിട്ടിയ ഓറിന്റെ കൂടെ ഗ്യാങ്ങും ഉണ്ട്. ഗ്യാങ്ങിനെ കളയുന്ന പ്രോസസ്സിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് കളയുന്നത്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ഈ ഗ്യാങ്ങിനെ ഓറിൽ നിന്ന് വേർതിരിച്ചെടുക്കാം അല്ലെങ്കിൽ കളയാം എന്നാണ് പഠിക്കുന്നത്. അതിന് നമ്മൾ പ്രയോഗിക്കുന്നത് പല പല മെത്തേഡുകളാണ്. അതിനകത്ത് ഇപ്പൊ എല്ലാ മെത്തേഡിലും ഒരേ മെത്തേഡിൽ തന്നെ എല്ലാ ഗ്യാങ്ങിനെയും നമുക്ക് കളയാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഓറിന്റെ നേച്ചറും ഗ്യാങ്ങിന്റെ നേച്ചറും അനുസരിച്ച് മാത്രമേ നമുക്ക് ഓറിൽ നിന്ന് ഗ്യാങ്ങിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? എല്ലാ ഓറിനും എല്ലാ ഗ്യാങ്ങിനും ഒരേ സ്വഭാവം ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പല പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോൺസെൻട്രേഷൻ പ്രോസസ് ചെയ്യുന്നത്. ഓരോരോ മെത്തേഡുകൾ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യും. അപ്പൊ ചില ഗ്യാങ്ങുകൾ ഒരു മെത്തേഡ് ഉപയോഗിച്ചാലായിരിക്കും പോകുന്നത്, പക്ഷെ മറ്റു പല ഗ്യാങ്ങുകളും വേറെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചാലായിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പല പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓറിൽ നിന്ന് ഗ്യാങ്ങിനെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ അതും കൂടെ എഴുതിക്കൊള്ളുക. ഡിപ്പെൻഡിങ്, അടുത്ത സെന്റൻസ് ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ore and gang. Depending on the nature of ore and gang, comma, depending on the nature of ore and gang, comma, any one of the following methods, any one of the following methods can be any one of the following methods
can be any one of the following methods can be used for the concentration. Any one of the following method can be used for the concentration. അപ്പൊ ഇനി നമ്മൾ ഓരോരോ മെത്തേഡുകളായിട്ട് പറയാൻ പോവാണ്. നിങ്ങൾ എ എന്നിടുക, ഫസ്റ്റ് മെത്തേഡ്, ഒന്നാമത്തെ മെത്തേഡ് എ. എന്നിട്ട് ഇതുപോലെ എഴുതുക, ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് വാഷിംഗ് അതാണ് ആദ്യത്തെ മെത്തേഡ്, ഹൈഡ്രോളിക് വാഷിംഗ്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നാണ് തോന്നുന്നത്? ഹൈഡ്രോളിക് വാഷിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് വെച്ച് എങ്ങനെയായിരിക്കും ഒരു ഇമ്പ്യൂരിറ്റീനെ റിമൂവ് ചെയ്യുന്നത്? എന്ത് തരം വാഷിംഗ് അത്? വെള്ളത്തിലിട്ടിട്ട് വല്ലതാണോ? എന്തോ വെള്ളത്തിലിട്ടിട്ടാണോ? വെള്ളത്തിലിട്ടാൽ എങ്ങനെയാണ് ഇമ്പ്യൂരിറ്റീസിന്റെ? അപ്പൊ ഇമ്പ്യൂരിറ്റീസിന്റെ സ്വഭാവം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും ഇമ്പ്യൂരിറ്റി വെള്ളത്തിലിട്ടാൽ റിമൂവ് ആവുന്നത്? വെള്ളത്തിൽ അലിഞ്ഞു പോകണ ഇമ്പ്യൂരിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ അലിയില്ലാത്തായിരിക്കും. ഇമ്പ്യൂരിറ്റി ആയിരിക്കും. അതൊരു സാധ്യതയാണ് അല്ലെ? അതല്ലാണ്ട് വേറെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നത് വെള്ളത്തിന്റെ മുകളിൽ വന്ന് കിടക്കണോ? വെള്ളത്തിന്റെ മുകളിൽ വന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യണം. ഒന്നുണ്ടോ പറഞ്ഞേ? വെള്ളമായിട്ട് റിയാക്ട് ചെയ്യണം. വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ആണോ? പിന്നെ വേറെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും പറയാം കേട്ടോ. ഇനി പഠി. ആദിൽ മുഹമ്മദ്, ഹൈഡ്രോളിക് വാഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യണായിരിക്കും. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതായിരിക്കും. പുതിയ ഒരാളുണ്ടോ? ആസിഫ് പുതിയതാണോ? അതെ, എവിടെയാ പഠിക്കുന്നേ? തർബീയത്തില്. ഓക്കെ. അപ്പൊ ഈ നമ്മള് 5 ചാപ്റ്റർ കഴിഞ്ഞു ഇവിടെ കേട്ടോ. അപ്പൊ ആ 5 ചാപ്റ്ററിന്റെ വീഡിയോ ഇവിടെ ട്യൂഷൻ ക്ലാസ്സിൽ ചോദിച്ചാൽ അവർ അയച്ചു തരും. അപ്പൊ അത് കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഓക്കെ. ആസിഫിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഹൈഡ്രോളിക് വാഷിംഗ് എന്തായിരിക്കും? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യണം. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്. ചന്ദന? വെള്ളത്തില് ഡിസോൾവ് ചെയ്യണം. അപ്പൊ ആക്ച്വലി വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിനെ അതല്ല ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഓറിന് ഡെൻസിറ്റി കൂടുതൽ, ഓറിന്റെ ഘനം, നമ്മളിപ്പോ ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞതിനേക്കാൾ ഭാരം എന്ന് പറയാം. ഓറിന്റെ ഭാരം കൂടുതലും ഗ്യാങ്ങിന്റെ ഭാരം കുറവുമാണ് വിചാരിക്കുക. എന്താണ്? ഓറിന് വളരെ അധികം ഭാരമുണ്ട്, എന്നാൽ ഗ്യാങ് വളരെ ലൈറ്റ് ആണ്, വളരെ ഭാരം കുറഞ്ഞ ഒരു സാധനമാണെങ്കിൽ നമ്മള് ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ ഓറിനെ വച്ചു എന്ന് വിചാരിക്കുക. എന്താണ്? ഒഴുകുന്ന വെള്ളം, വളരെ ഒഴുക്കുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തോടിലും പുഴയിലൊന്നും അല്ല, നല്ല ശക്തിയായിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന ഓറിനെ വച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? അന്നേരം ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുവന്ന് ഓറിനെ വച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഫാരിസ്? ഇപ്പൊ ഞാൻ പറഞ്ഞ കേസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കനം കുറഞ്ഞെല്ലാം പെട്ടെന്ന് അലിഞ്ഞു. കനം കൂടുതല് ഇമ്പ്യൂരിറ്റീസ് പെട്ടെന്ന് അലിഞ്ഞു വെള്ളത്തിലേക്ക് കയറും. ഇമ്പ്യൂരിറ്റീസ് ആ വെള്ളത്തിന്റെ കൂടെ തന്നെ അങ്ങ് ഒഴുകി പോകും. കാരണം എന്താ? ഇമ്പ്യൂരിറ്റീസിന് കനമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ഓറിൽ നിന്ന് ആ ഇമ്പ്യൂരിറ്റി ഒക്കെ ആ വെള്ളത്തിന്റെ കൂടെ അങ്ങ് ഒഴുകി പോകും. ഇതിനെയാണ് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഒരു ഗ്രാവിറ്റി സെപ്പറേഷൻ മെത്തേഡ് എന്ന് കൂടെ വിളിക്കാറുണ്ട്. എന്താണ്? ഗ്രാവിറ്റി സെപ്പറേഷൻ മെത്തേഡ്. കാരണം ഗ്രാവിറ്റിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കനം കൂടുതലുള്ള ആളാണ് പെട്ടെന്ന് താഴ്ത്തോട്ട് വരുന്നത്, കനം കുറഞ്ഞ ആള് എന്താണ് പതുക്കെയാണ് താഴ്ത്തോട്ട് വരുന്നത് അല്ലെ? അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു വെള്ളം വെച്ച് ഒരു സാധനത്തിലേക്ക് ചീറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനം കുറഞ്ഞ പാർട്ടിക്കിളൊക്കെ എന്ത് ചെയ്യും? ആ വെള്ളത്തിന്റെ കൂടെ പൊക്കോളും, കനം കൂടിയ പാർട്ടിക്കിൾ അവിടെ തന്നെ കിടന്നോളും. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു ഗ്രാവിറ്റി സെപ്പറേഷൻ ടെക്നിക് എന്നും കൂടി വിളിക്കാറുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഹൈഡ്രോളിക് വാഷിംഗ്. മനസ്സിലായോ എന്താണെന്ന്? ഇവിടെ എന്താണ് കണ്ടീഷൻ? ഓറിന് ഡെൻസിറ്റി കൂടുതൽ, ഭാരം കൂടുതലും ഗ്യാങ്ങിന് ഭാരം കുറവാണെങ്കിൽ നമ്മൾ ശക്തിയായി ഒഴുകുന്ന വെള്ളത്തിലേക്ക്, സ്ട്രീം ഓഫ് വാട്ടർ എന്നാണ് അതിന് പറയുന്നത്, സ്ട്രീം ഓഫ് വാട്ടറിൽ കൊണ്ടുവന്ന് ഇതിനെ വച്ചു കഴിഞ്ഞാൽ ഗ്യാങ് മൊത്തം അതിന്റെ കൂടെ ഒഴുകി പൊക്കോളും, ഓറ് അവിടെ കിടന്നോളും. അങ്ങനെ നമുക്ക് ഓറിൽ നിന്ന് ഗ്യാങ്ങിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ എഴുതിക്കോ.
this method is used this method is used when the gang is lighter than the ore. When the gang is lighter എന്ന് പറഞ്ഞാൽ കനം കുറവ് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. When the gang is lighter than the ore, ഓറിനേക്കാളും കനം കുറവാണ് ഗ്യാങ്ങിനെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അല്ലാത്ത കേസിലൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. ഓറിന് കനം കൂടുതലും ഗ്യാങ്ങിന് കനം കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം. When the gang is lighter than the ore. Full stop. എഴുതിക്കൊള്ളുക. The powdered ore is washed in a stream of water. Full stop. Is washed in a stream of water. Full stop. The lighter gang particles are washed away, leaving behind the ore. അത് ഓറിനെ അവിടെ ഇട്ടിട്ട് ഗ്യാങ് മൊത്തം ഒഴുകി പോകുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ലീവിങ് ബിഹൈൻഡ് ദ ഓർ. അത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് കോൾഡ് ഹൈഡ്രോളിക്. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് വിളിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി. ഹൈഡ്രോളിക് വാഷിംഗ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബി എന്നിട്ടിട്ട് രണ്ടാമത്തെ പ്രോസസ് എഴുതിക്കൊള്ളുക. മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇവിടെ എന്തായിരിക്കും കണ്ടീഷൻ? ഇപ്പൊ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഹൈഡ്രോളിക് വാഷിംഗിൽ ഓറിന് കനം കൂടുതലും ഗ്യാങ്ങിന് കനം കുറവും എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഇവിടെ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ? അമീന, എന്തായിരിക്കും മാഗ്നറ്റിക് സെപ്പറേഷനിലെ കണ്ടീഷൻ? എന്തായിരിക്കും? ഓറിനൊരു മാഗ്നറ്റിക് നേച്ചർ ഉണ്ടായാലോ. അപ്പൊ ഗ്യാങ്ങിനോ ഉണ്ടാവണോ? ഗ്യാങ് നോൺ മാഗ്നറ്റിക് ആയിരിക്കും. ഗ്യാങ്ങിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവരുത്, ഓറിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവണം. അല്ലെങ്കിൽ നേരെ തിരിച്ചായാലും മതി. ഓറിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവരുത്, ഗ്യാങ്ങിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവണം. ആർക്കെങ്കിലും ഒരാൾക്ക്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ആർക്കെങ്കിലും ഒരാൾക്ക് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടായിരിക്കണം, മറ്റേ ആൾക്ക് മാഗ്നറ്റിക് നേച്ചർ ഇല്ലാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കാം, മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കുന്നത്? ഒന്നെങ്കിൽ ഓറ് മാഗ്നറ്റിക് ആയിരിക്കണം, ഗ്യാങ് നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. അല്ലെങ്കിൽ ഗ്യാങ് മാഗ്നറ്റിക് ആയിരിക്കണം, ഓറ് നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് രണ്ട് റോളർ ഇതുപോലെ എടുക്കും. ഇതുപോലെ ഒരു റോളർ എന്ന് പറഞ്ഞാൽ വട്ടം ചുറ്റുന്ന രണ്ട് ടയർ പോലത്തെ സാധനം, ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആ റോളറിന്റെ ചുറ്റും നമ്മൾ ഇതുപോലെ ഒരു ബെൽറ്റ് നമ്മളിത് ഇങ്ങനെ കെട്ടും. ഒരു ബെൽറ്റ് കെട്ടും ഇതുപോലെ. എന്റെ പടം അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, നമുക്ക് കാര്യം മനസ്സിലായാൽ മതി. പടം നിങ്ങൾ പുസ്തകത്തിൽ നോക്കി വരച്ചോളൂ. നല്ല ഒന്നാന്തരം പടം പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക സംഭവം എന്താണെന്നുള്ളത്. എന്താണ്? രണ്ട് റോളർ, ആ റോളറിൽ നമ്മളൊരു ബെൽറ്റ് ചുറ്റിയിട്ടുണ്ട് ഇതുപോലെ. ഈ ബെൽറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവെയർ ബെൽറ്റ്. എന്താണ് വിളിക്കുന്നത്? കൺവെയർ ബെൽറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കൺവെയർ ബെൽറ്റിന്റെ മുകളില് ഇവിടെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഓറും ഗ്യാങ്ങും കൂടെ ഉള്ള മിശ്രിതം നമ്മളിത് ഇവിടെ ഇടും. ഇവിടെ ഈ ബെൽറ്റിന്റെ മേളിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ഓറ് പ്ലസ് ഗ്യാങ്, ഗ്യാങ് അടങ്ങിയ ഓറല്ലേ നമ്മുടെ കയ്യിലുള്ളത്, ആ ഓറും ഗ്യാങ്ങും കൂടെ രണ്ടും പൊടിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് ഇടും.
അപ്പൊ അത് മിശ്രിതമായിട്ടായിരിക്കുന്ന ഓർ ഏതാ ഗ്യാങ് ഏതാ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലാത്ത രീതിയിൽ ഇങ്ങനെ മിക്സ്ചർ ആയിട്ടാണ്, ആ പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ കൺവെയർ ബെൽറ്റ് അങ്ങ് ഓൺ ആക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ബെൽറ്റ് ഇതിന്റെ മേളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. ഈ റോളർ ഇങ്ങനെ കിടന്ന് ചുറ്റി തുടങ്ങും. ആ റോളർ ചുറ്റുമ്പോൾ എന്ത് ചെയ്യുക? ബെൽറ്റ് പതുക്കെ അതിന്റെ മേളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് ഈ ബെൽറ്റിന്റെ ഈ ഇങ്ങേറ്റത്ത് ഈ റോളറിന്റെ സൈഡിൽ വരുമ്പോ ഈ റോളർ എങ്ങനത്തെ റോളറാണ്? ദിസ് ഈസ് എ മാഗ്നറ്റിക് റോളർ. എന്താണ് ഈ റോളർ? എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? മാഗ്നറ്റിക് ആയിട്ടുള്ള റോളറാണ്. മാഗ്നറ്റിക് റോളർ. ഇത് മാഗ്നറ്റും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന റോളറാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളിത് ഇവിടെ ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം വെക്കും, ഇവിടെയും ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം വെക്കും. അപ്പൊ ഈ മാഗ്നറ്റിക് ആയിട്ടുള്ള വസ്തു, ഈ ഓർ പ്ലസ് ഗ്യാങ് ആണല്ലോ നമ്മുടെ കയ്യിലുള്ളത്, ഇതിന്റെ അകത്ത് ഓർ മാഗ്നറ്റിക് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ റോളർ ഈ ഓറിനെ അട്രാക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വലിച്ചു ചാടിക്കും. കാരണം ഓർ മാഗ്നറ്റിക് ആണല്ലോ, അപ്പൊ റോളർ അതിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ റോളറിന്റെ കൂടെ തന്നെ അത് ഇങ്ങോട്ടേക്ക് വന്ന് ചാടും. പക്ഷെ ഗ്യാങ് നോൺ മാഗ്നറ്റിക് അല്ലേ, അപ്പൊ അതുകൊണ്ട് അത് ആ കൺവെയർ ബെൽറ്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ചാടിക്കൂടും. ഇങ്ങോട്ടേക്ക് അങ്ങനെ ഈ പറയുന്ന പാത്രത്തിലേക്ക് ചാടും. അപ്പൊ മാഗ്നറ്റിക് ആയിട്ടുള്ള ആളെ റോളർ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് ചാടിക്കോളും. മാഗ്നറ്റിക് അല്ലാത്ത ആള് ഓട്ടോമാറ്റിക്കലി നേരെ വന്ന് പുറത്തേക്ക് ചാടിക്കോളും. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി ഓറിനെയും ഗ്യാങ്ങിനെയും വേർതിരിച്ചെടുക്കുന്നത്. മനസ്സിലായോ അതെങ്ങനെയാണെന്ന്? അപ്പൊ ഒന്നെങ്കിൽ ഓർ മാഗ്നറ്റിക് ആയിരിക്കണം, ഗ്യാങ് നോൺ മാഗ്നറ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുക? ഓറിനെയും ഗ്യാങ്ങിനെയും കൂടെ അടങ്ങുന്ന ആ മിശ്രിതത്തെ പൊടിച്ചിട്ട് ആ കൺവെയർ ബെൽറ്റിന്റെ മേളിൽ കയറ്റി വെക്കുക. എന്നിട്ട് അത് ഓൺ ആക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ രണ്ട് റോളറും കിടന്ന് കറങ്ങി തുടങ്ങും. അപ്പൊ ഈ കൺവെയർ ബെൽറ്റിന്റെ മേളിൽ അതിങ്ങനെ പുറത്ത് നിരങ്ങി വന്നിട്ട് ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ആളെ റോളർ പിടിച്ച് വലിച്ച് ഒരു സൈഡിലേക്ക് ചാടിക്കും. മാഗ്നറ്റിക് അല്ലാത്തയാളും മറ്റേ സൈഡിലേക്ക് ചാടിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എന്നാ എഴുതിക്കോ. അപ്പൊ ഈ പടം നിങ്ങൾ പുസ്തകത്തിൽ നോക്കി വരച്ചാൽ മതി കേട്ടോ. പടം വരയ്ക്കാൻ പഠിക്കണം, പുസ്തകത്തിൽ നോക്കി വരയ്ക്കണം. അപ്പൊ NCERT പുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ആ NCERT പുസ്തകം എടുക്കുക. അതിൻ്റെ അകത്ത് മാഗ്നറ്റിക് സെപ്പറേഷന്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ആ പടം വരയ്ക്കാനുള്ള സ്പേസ് ഇടുക. ആ പടം നിങ്ങൾ പുസ്തകത്തിൽ നോക്കി വരച്ചോളുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എന്നിട്ട് ഈ സെന്റൻസ് എഴുതിയിട്ടോ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ difference. It is based on the difference in the magnetic property. Difference in the magnetic properties of ore and gangue. Full stop. For this method, comma, either the ore, ആ ഓറിന്റെ സ്പെല്ലിംഗ് ORE എന്നാണ് കേട്ടോ. either the ore, ORE, or പിന്നെ OR, OR, രണ്ട് ഓർ അടുപ്പിച്ച് വന്നേക്കുവാണ്. ആദ്യത്തെ ഓർ ORE എന്ന് എഴുതുക, രണ്ടാമത്തെ ഓർ എന്ന് എഴുതുക. either the ore or the gang should be magnetic. Full stop. The powdered ore is carried on a conveyor belt. CONVEYER. Conveyor. Is carried on a conveyor belt. Through a magnetic roller. Through a magnetic roller. Full stop. The magnetic material
the magnetic material is collected. The magnetic material is collected near the roller. The magnetic material is collected near the roller, but the non-magnetic material is collected away from the roller. But the non-magnetic material is collected away from the roller. എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ആയിട്ടുള്ള വസ്തു റോളറിന്റെ അടുത്ത് തന്നെ വന്ന് കിടക്കും. മാഗ്നറ്റിക് അല്ലാത്ത വസ്തു റോളറിൽ നിന്ന് കുറച്ച് അകന്ന് മാറി കളക്ട് ചെയ്യപ്പെടും. ഇതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ മെത്തേഡ് എഴുതിക്കൊള്ളുക. തേർഡ് വൺ സി എന്ന് എഴുതുക. സി ഫ്ലോട്ടേഷൻ പ്രോസസ്. മേഘ, എന്താണ് ഫ്രോത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? മേഘ, ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ഫ്രോത്ത്? കേട്ടിട്ടുണ്ടോ? ഫ്രോത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? മലയാള അർത്ഥം എന്താണ്? മേഘയുടെ ശബ്ദം ഒട്ടും കേൾക്കാൻ പറ്റില്ല കേട്ടോ. എന്തെങ്കിലും ചെയ്യുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണെന്ന് തോന്നുന്നു. വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. അതോ മേഘയുടെ ശബ്ദം കുറവായതുകൊണ്ടാണോ എനിക്കറിയില്ല. എന്തായാലും ഒരു ഹെഡ്സെറ്റ് മേടിച്ചു വെച്ചോട്ടോ. അങ്ങനെയാണെങ്കിൽ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാലിമേ? ഫ്രോത്ത് പതയ്ക്ക് പറയുന്ന പേരാണ് ഫ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പത എന്നൊക്കെ പറയുമ്പോ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുക എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇതെങ്ങനെയായിരിക്കും മെത്തേഡ് ചെയ്യാൻ സാധ്യത? സാധ്യതയാണ് ഞാൻ ചോദിക്കുന്നത്. പുസ്തകം ഒന്നും വായിക്കണ്ട, നിങ്ങൾക്ക് തോന്നണത് പറഞ്ഞാൽ മതി. സുഫിൻ, റിയാക്ട് ചെയ്ത് വെള്ളത്തിന്റെ മേളിൽ പൊങ്ങി കിടക്കണ. റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഓറിനെ ചുമ്മാ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓർ റിയാക്ട് ചെയ്യുമോ? ഇല്ലല്ലോ. അല്ല, ഒന്നെങ്കിൽ ഓർ അല്ലെങ്കിൽ മറ്റേ ഇമ്പ്യൂരിറ്റീസ്. വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണോ ഉദ്ദേശിച്ചത്? വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത പത ഉണ്ടാവുമോ? പത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെയുള്ള വല്ല സാധനം ചേർക്കണ്ടേ? പതപ്പിക്കാൻ പറ്റുന്ന സാധനം വല്ലതും ചേർക്കണ്ടേ? വേണം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ ഒരു ടാങ്ക് എടുക്കുക. ഇങ്ങനെ ഒരു ടാങ്ക് എടുക്കുക. ഈ ടാങ്കില് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം എടുക്കുക. സാധാരണ പച്ചവെള്ളം എടുക്കുക. ഈ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ ഓറും ഗ്യാങ്ങും കൂടെയുള്ള മിശ്രിതം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുക. അപ്പൊ നമ്മുടെ കയ്യിൽ ഓറും ഗ്യാങ്ങും കൂടെയുള്ള മിശ്രിതമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഓറ് ഗ്യാങ്ങിനെ വേർതിരിച്ചെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ ഓറും ഗ്യാങ്ങും കൂടെയുള്ള മിശ്രിതം നമ്മൾ പൊടിക്കണം കേട്ടോ. ഇതിനെ പൊടിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ വെള്ളത്തിലേക്ക് ഇടുക. കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ വെള്ളത്തിലേക്ക് രണ്ട് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളുടെ പേരാണ്, ഒന്നാമത്തെ ആളുടെ പേരാണ് കളക്ടർ. രണ്ടാമത്തെ ആളുടെ പേരാണ് ഫ്രോത്ത് സ്റ്റെബിലൈസർ. എന്താണ്? ഫ്രോത്ത് സ്റ്റെബിലൈസർ. ഇങ്ങനെ രണ്ട് സാധനങ്ങളെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം. കളക്ടറും ഫ്രോത്ത് സ്റ്റെബിലൈസർ. അപ്പൊ കളക്ടറായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ആഡ് ചെയ്യാറുള്ളത്, ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്നത്, നിങ്ങളുടെ പുസ്തകത്തിൽ 2-3 ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷേ അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുടെ പേരാണ് എഴുതാൻ പോകുന്നത്. ഇറ്റ് ഈസ് പൈൻ ഓയിൽ. എന്താണ് ആഡ് ചെയ്യുന്നത്? പൈൻ ഓയിൽ ആഡ് ചെയ്യും. പൈൻ ഓയിൽ. ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ ചെയ്തേ? ആദ്യം ഒരു ടാങ്ക് എടുക്കുക. ടാങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പൊടിച്ച ഓറും ഗ്യാങ്ങും കൂടെ ഉള്ള മിശ്രിതം ആ വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുക? കുറച്ച് പൈൻ ഓയിൽ ഒഴിക്കുക. പൈൻ ഓയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കളക്ടർ. കളക്ടർ എന്നാണ് വിളിക്കുന്നത്. പൈൻ ഓയിൽ ഒഴിക്കുക.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫ്രോത്ത് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ആഡ് ചെയ്യണം. ഫ്രോത്ത് സ്റ്റെബിലൈസർ സാധാരണ നമ്മൾ ഫ്രോത്ത് സ്റ്റെബിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുടെ പേരാണ് അനിലീൻ. എന്താണ്? അനിലീൻ. അനിലീൻ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ ഫ്രോത്ത് സ്റ്റെബിലൈസർ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അത് എന്തിനാ ആഡ് ചെയ്യണമെന്ന് ഞാൻ ഇച്ചിരി നേരം കഴിയുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം തൽക്കാലം ഇപ്പൊ ഇങ്ങനെയാണ് പഠിക്കുക. ഇപ്പൊ 2 സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. എന്തൊക്കെയാണ് ആഡ് ചെയ്തത്? കളക്ടർ ആരാണ്? പൈനോയില്. രണ്ടാമത്തെ ആളാരാണ്? ഫ്രോത്ത് സ്റ്റെബിലൈസർ. ആയിട്ടുള്ള പേരാണ് അനിലീൻ എന്ന് ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെഡൽ ഇതുപോലെ ഒരു നമ്മള് നിങ്ങൾ ഈ തൈര് കടയണ സാധനം കണ്ടിട്ടുണ്ടോ? ഈ തൈര് കടഞ്ഞ് മോരാക്കണ ഒരു കണ്ടിട്ടുണ്ടോ? അങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കടയണ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ചോളുക. നമ്മള് ഒരു പാഡില് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറക്കിയിട്ട് നമ്മളിങ്ങനെ കടയുക. നമ്മൾ കൈ വെച്ച് കടയൊന്നും വേണ്ട, അങ്ങനെ മെക്കാനിക്കലായിട്ട് അങ്ങനെ സ്റ്റിർ ചെയ്യാം. ഈ സൊല്യൂഷനെ നല്ലോണം എങ്ങനെ ഇട്ട് ഇളക്കുക, അത്ര ആലോചിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം ഒരു പാടിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സൊല്യൂഷനെ നല്ലോണം ഇട്ട് ഇളക്കണം. ഇളക്കുമ്പോ എന്ത് സംഭവിക്കാനാണ് സാധ്യത? എന്താണ് ഇളക്കുമ്പോ സംഭവിക്കാൻ സാധ്യത? ജസിയ, എന്തായിരിക്കും ഇളക്കുമ്പോ സംഭവിക്കാൻ സാധ്യത? നമ്മൾ പൈനോയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പത വരും. പത ഉണ്ടാവും. അപ്പൊ ഫ്രോത്ത് സ്റ്റെബിലൈസർ അപ്പൊ എന്തിനായിരിക്കും ആഡ് ചെയ്യുന്നതെന്ന് ജസ്റ്റിക്ക് ഊഹിക്കാമോ? പത വരാൻ വേണ്ടിട്ടല്ലേ? പത വരാൻ വേണ്ടിയിട്ടല്ല, വന്ന പത പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രോത്ത് സ്റ്റെബിലൈസർ എന്നല്ലേ പേര്. അതായത് ഫ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ, പത ഉണ്ടായി കഴിഞ്ഞാൽ പത അങ്ങനെ തന്നെ നിൽക്കാനായിട്ട്, പത വീണ്ടും വെള്ളമായിട്ട് മാറാതെ ആ പതയായിട്ട് തന്നെ നിൽക്കാനായിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ഫ്രോത്ത് സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? ടാങ്ക് എടുക്കുക, വെള്ളം എടുക്കുക, അതിൻ്റെ അകത്തേക്ക് പൊടിച്ച ഓറ് പ്ലസ് ഗ്യാങ് ഇടുക, അതിൻ്റെ അകത്തേക്ക് 2 സാധനം ആഡ് ചെയ്യുക. ഏതൊക്കെയാണ്? പൈനോയിലും അനിലീനും. പൈനോയിലാണ് കളക്ടർ, അനിലീനാണ് ഫ്രോത്ത് സ്റ്റെബിലൈസർ. എന്നിട്ട് ഒരു പാഡിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക, അജിറ്റേറ്റ് ചെയ്യുക എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയുന്നത്. അജിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇളക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇളക്കുമ്പോൾ എന്ത് സംഭവിക്കും? പത വരും. ആ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് പത ഇങ്ങനെ പൊങ്ങാനായിട്ട് തുടങ്ങും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഓറ് എന്ന് പറയുന്ന സാധനം ഈ പതയുടെ കൂടെ മേപ്പോട്ടേക്ക് വരും. ഗ്യാങ് എന്ന് പറയുന്ന സാധനം ആ വെള്ളത്തിൽ തന്നെ താഴെ കിടക്കും. ഇങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഓറുണ്ടല്ലോ, ആ ഓറെന്ത് ചെയ്യും? ഈ പതയുടെ കൂടെ പതുക്കെ മേപ്പോട്ടേക്ക് വരും. പൊടിച്ചാണല്ലോ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പൊ ഓറും പൊടിയായിരിക്കും, ഗ്യാങ്ങും പൊടിയായിരിക്കും. അപ്പൊ ഓറ് മൊത്തം ഈ പതയുടെ കൂടെ നൊരഞ്ഞു പൊങ്ങി മുകളിലോട്ട് വരും. ഗ്യാങ് പാർട്ടിക്കിൾസ് ഒക്കെ ആ വെള്ളത്തിൽ തന്നെ അവിടെ താഴെ അടിഞ്ഞു കൂടി കിടക്കും. അപ്പൊ ഇപ്പൊ പതയുടെ കൂടെ നമ്മുടെ ഓറുണ്ടല്ലോ, അപ്പൊ നമ്മൾ ആ പത നമ്മൾ പതുക്കെ ഇങ്ങനെ വടിച്ചെടുത്താൽ മതി. പത വടിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ നമുക്ക് ഓറും കിട്ടും. എന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇവാപറേറ്റ് ചെയ്ത് കളയോ, പതേനെ വല്ല ഇവാപറേറ്റ് ചെയ്ത് കളയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടും. അത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്സ്? സംശയം ഉണ്ടോ? എന്ന് എഴുതിക്കോ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്താന്ന് എഴുതിക്കോളൂ. This method is used for the concentration of sulfide ore. ഒരു മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ത് തരം ഓറുകളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? സൾഫൈഡ് ഓറുകളെ. അതിപ്പോ സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ്, ഏത് വസ്തുവിന്റെ ഏത് മെറ്റലിന്റെ ആണെങ്കിലും സൾഫൈഡ് ഓറുകളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നത്. എഴുതിക്കോളുക. This method is used for the concentration of sulfide ore. Full stop. In this process, comma, the powdered ore is mixed with water. The powdered ore is mixed with water in a tank.
powdered ore is mixed with water in a tank. Full stop. To this solution, collectors like pine oil, fatty acids. Collectors like pine oil ന് പകരം ഉപയോഗിക്കുന്ന വേറെ സാധനമാണ് fatty acid. നിങ്ങളിപ്പോൾ pine oil ന്റെ പേര് മാത്രം പഠിച്ചാലും മതി. Collectors like pine oil, fatty acids and froth stabilizers like aniline, cresol, CRESOL, aniline, cresol, etc. are added. Aniline, cresol, etc. are added. Full stop. On agitating AGI എന്നാണ് കേട്ടോ. agitating AGI. On agitating the mixture by a paddle, PADDLE, by a paddle, froth is formed. Full stop. This froth carries the ore particles. Full stop. This froth carries the ore particles. Full stop. Then the froth is skimmed. SKIMMED. Skimmed എന്ന് പറഞ്ഞാൽ വടിച്ചെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. The froth is skimmed off, OFF, skimmed off and dried to get the ore. ആ പത നമ്മൾ വടിച്ചെടുത്തിട്ട് ആ പതേനെ ഉണങ്ങാൻ വെക്കുക. അപ്പൊ പത മൊത്തം ഇവാപറേറ്റ് ചെയ്തെടുക്കുള്ളൂ, ഓർമ്മ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കുക, ഇതിൽ തന്നെ ഒരു ചെറിയൊരു വേരിയന്റ് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഞാനിപ്പോ ആദ്യം പറഞ്ഞല്ലോ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഓറിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ളതാണെന്നാ പറഞ്ഞത്. എന്ത് തരം ഓറിനെയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുന്നത്? എന്ത് തരം ഓറിനെയാണ് അമാനെ എന്ത് തരം ഓറിനെ സെപ്പറേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞേ? പൗഡേർഡ് ഓർ അല്ലല്ലോ, എല്ലാ ഓറിനെയും പൗഡർ ചെയ്യണം. ഇത് എന്ത് തരം ഓറിനെ സെപ്പറേറ്റ് ചെയ്യാൻ? കാർബണേറ്റ് ആണോ, സൾഫൈഡ് ആണോ, സൾഫേറ്റ് ആണോ, എന്ത് തരം ഓറിനെ സെപ്പറേറ്റ് ചെയ്യാനാണെന്നാ പറഞ്ഞേക്കണേ? എഴുതി തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്ക്. ആദ്യത്തെ സെന്റൻസ് തന്നെ അതാണല്ലോ, സൾഫൈഡ് ഓറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു ഓറില്, ഇപ്പൊ എനിക്ക് കിട്ടിയേക്കുന്ന ഓറില് 2 സൾഫൈഡ് ഉണ്ടെന്ന് വിചാരിക്കാം. സിങ്ക് സൾഫൈഡും
ലെഡ് സൾഫൈഡ്. ഇങ്ങനെ 2 സൾഫൈഡ് അടങ്ങുന്ന ഒരു ഓറാണെന്ന് എൻ്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് മതി? ഈ സിങ്ക് സൾഫൈഡിനെ മാത്രം മതി, ലെഡ് സൾഫൈഡിനെ വേണ്ട എന്ന് വിചാരിക്കുക. 2 സൾഫൈഡ് അടങ്ങുന്ന ഓർ എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ ഒരു മിശ്രിതമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സിങ്ക് സൾഫൈഡിന്റെ ലെഡ് സൾഫൈഡിന്റെ അങ്ങനെ ഒരു മിശ്രിതം, അങ്ങനെ ഒരു ഓറാണ് എൻ്റെ കയ്യിലിരിക്കണമെന്ന് വിചാരിക്കുക. ഇതിന്റെ അകത്ത് എനിക്ക് ഒരു സൾഫൈഡിന്റെ ഓറിനെ മതി, മറ്റേ സൾഫൈഡിന്റെ ഓറിനെ എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. പക്ഷെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തണം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. എന്ത് ചെയ്യുക? നമ്മൾ ഈ ഓറിനെ പൊടിക്കുക, എന്നിട്ട് വെള്ളത്തിലിടുക, കളക്ടറും ഫ്രോത്ത് സ്റ്റെബിലൈസറും ഒക്കെ ആഡ് ചെയ്യുക, അജിറ്റേറ്റ് ചെയ്യുക. അജിറ്റേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യും. ആ സാധനത്തിന്റെ പേരാണ് ഡിപ്രസന്റ്. എന്താണ്? ഡിപ്രസന്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ആഡ് ചെയ്യും. ഡിപ്രസന്റ്. ഇവിടെ നമ്മൾ ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് സോഡിയം സയനൈഡ്. എന്താണ്? സോഡിയം സയനൈഡ് ആണ് നമ്മൾ ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഡിപ്രസന്റിന്റെ റോള് എന്ന് ഞാൻ പറഞ്ഞു. ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് പറയാമോ? എന്തായിരിക്കും ഡിപ്രസന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആദിൽ നസീഹിന് പറയാമോ എന്തായിരിക്കും ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ? അറിയില്ല സാർ. അറിയില്ല. സാറില്ല. ഡിപ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ പ്രത്യേകത എന്താണ്? ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ പത ഉണ്ടായി കഴിഞ്ഞാൽ പതയുടെ കൂടെ മിനറലും കൂടെ പോരുന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. മിനറൽ എന്താണോ ആ മിനറൽ, ഓർ എന്താണോ ഓറ് പതയുടെ കൂടെ പോരും. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഈ സിങ്ക് സൾഫൈഡും ഒരു ഓറാണ്, ലെഡ് സൾഫൈഡും ഓറാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ആ പതയുടെ കൂടെ മേപ്പോട്ടേക്ക് പോരും. അങ്ങനെ പോരാൻ അനുവദിക്കില്ല ആര്? ഈ ഡിപ്രസന്റ് എന്ന് പറയുന്ന സാധനം. ഡിപ്രസന്റ് എന്ന് പറയുന്ന സാധനം അപ്പൊ എന്ത് ചെയ്യും? ലെഡ് സൾഫൈഡിനെ അവിടെ നിൽക്കാൻ പറയും. ആ പുള്ളിയോട് അവിടെ നിന്നോളാൻ പറയും. സിങ്ക് സൾഫൈഡിനെ മാത്രം പതയുടെ കൂടെ മേപ്പോട്ടേക്ക് വരാൻ അനുവദിക്കും. ലെഡ് സൾഫൈഡിനെ മേപ്പോട്ട് വരാൻ അനുവദിക്കില്ല. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിപ്രസന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ മൊത്തം ഈ പതയുടെ കൂടെ മേപ്പോട്ടേക്ക് പോരും. അതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ നടക്കുന്നത്. സൾഫൈഡ് ഓറിനെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പൊ ഈ സൾഫൈഡ് ആയിട്ടുള്ള ഓറ് മൊത്തം ഈ പതയുടെ കൂടെ മേപ്പോട്ടേക്ക് പോരും. പക്ഷെ എന്റെ കയ്യിൽ സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങുന്ന ഒരു മിശ്രിതമാണ് ഇരിക്കുന്നതെങ്കിൽ ഈ രണ്ടുപേരും പതയുടെ കൂടെ മേപ്പോട്ടേക്ക് പോരും. അങ്ങനെ പോന്നു കഴിഞ്ഞാൽ എനിക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരാളെ അവിടെ തടഞ്ഞു നിർത്തുക, മറ്റേ ആളെ മാത്രം പതയുടെ കൂടെ മേപ്പോട്ടേക്ക് വരാൻ അനുവദിക്കുക. അങ്ങനെ തടഞ്ഞു നിർത്തുന്ന ആളാണ് ഡിപ്രസന്റ്. അതാണ് സോഡിയം സയനൈഡ്. അപ്പൊ സോഡിയം സയനൈഡ് എന്ത് ചെയ്യും? PBS ലെഡ് സൾഫൈഡിനെ തടഞ്ഞു നിർത്തിയിട്ട് സിങ്ക് സൾഫൈഡിനെ മാത്രം പതയുടെ കൂടെ മേപ്പോട്ടേക്ക് വരാനായിട്ട് അനുവദിക്കും. ഇത് ഇങ്ങനെ നമുക്ക് ലെഡ് സൾഫൈഡിനെയും സിങ്ക് സൾഫൈഡിനെയും വേർതിരിച്ചെടുക്കാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇതിനെയാണ് നമ്മൾ ഡിപ്രസന്റ് ഉപയോഗിച്ചിട്ടുള്ള ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക, എപ്പോഴാണ് ഡിപ്രസന്റ് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അന്നേരം എപ്പോഴാണ് ഡിപ്രസന്റ് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഹാഫിസ് മുഹമ്മദ് എന്ത് പറയും? അത് രണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരുമ്പോ രണ്ട് സൾഫൈഡ് ഓറുകൾ ഒരുമിച്ചുണ്ടെങ്കിൽ, 2 സൾഫൈഡ് ഓർ ഒരുമിച്ചുണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് ഡിപ്രസന്റ് ഉപയോഗിക്കേണ്ടത്. ഇനി ഡിപ്രസന്റ് ഉപയോഗിക്കാത്ത സമയം എപ്പോഴാണ്? ഒരു സൾഫൈഡ് ഓർ ഉണ്ടെങ്കിൽ, ഒരു സൾഫൈഡ് ഓറും ഗ്യാങ്ങും ഉള്ളെങ്കിൽ നമുക്ക് ഗ്യാങ്ങും സൾഫൈഡ് ഓറും മാത്രം ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രസന്റ് ഉപയോഗിക്കാണ്ട് ഫ്ലോട്ടേഷൻ ചെയ്യാം. 2 സൾഫൈഡ് ഓർ ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്രസന്റ് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അപ്പൊ എഴുതിക്കോളൂ, എല്ലാവരും എഴുതിക്കോളൂ. അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതിയാൽ മതി. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ്, this method can be used, this method can be used to separate, this method can be used to separate 2 sulfide ores, 2 sulfide ores, 2 sulfide ores by using depressants. സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞു തരാം. DEPRESSANT, depressants, full stop. By using depressants, full stop. For example,
For example, an ore containing ZNS and PBS. ബോർഡിൽ എഴുതിയേക്കണ മാതിരി എഴുതുക. ZNS and PBS. ZNS and PBS can be separated using NaCN, sodium cyanide. ബോർഡിൽ എഴുതിയേക്കണ മാതിരി using NaCN by using NaCN as the depressant. Using NaCN as the depressant. Full stop. It will prevent ZNS, zinc sulfide. It will prevent ZNS from coming to the froth. ZNS from coming to the froth. അത് zinc sulfide ഫ്രോത്തിന്റെ കൂടെ വരാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. It will prevent ZNS from coming to the froth and allows PBS to come with the froth. Zinc sulfide ഫ്രോത്തിന്റെ കൂടെ വരാൻ സമ്മതിക്കില്ല and allows PBS to come with the froth. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. എന്തെങ്കിലും സംശയമുള്ളോ ചോദിച്ചോളൂ. ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? Any doubts? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് മെത്തേഡ്, ഒരു മെത്തേഡും കൂടെ ഉണ്ട് കോൺസെൻട്രേഷൻ പ്രോസസ്സിൽ. ലാസ്റ്റ് അവസാനത്തെ മെത്തേഡിന്റെ പേര് നിങ്ങൾ എഴുതിക്കോളുക. ഡി എന്ന് എഴുതുക. ഡി, ലീച്ചിങ്. ലീച്ചിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഓറും ഉണ്ട്, ഗ്യാങ്ങും ഉണ്ട്, അല്ലെ? ഇങ്ങനെ ഒരു മിശ്രിതമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ നിന്ന് എനിക്ക് ഗ്യാങ്ങിനെ വേർതിരിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഇതാണല്ലോ നമ്മുടെ പരിപാടി. അപ്പൊ അതിനുവേണ്ടി ലീച്ചിങ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഓറും ഗ്യാങ്ങും കൂടെ അടങ്ങുന്ന മിശ്രിതത്തിൽ നിന്ന് ഗ്യാങ്ങിനെ വേർതിരിച്ചെടുക്കാൻ ലീച്ചിങ് ഉപയോഗിച്ച് എങ്ങനെ അത് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല. നമ്മളൊരു പാത്രത്തില് ഒരു സോൾവെന്റ് എടുക്കുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ് എടുക്കുക. ഈ സോൾവെന്റിലേക്ക് ഈ മിശ്രിതം അങ്ങ് ആഡ് ചെയ്യാം. ഏത് മിശ്രിതം? ഓറും ഗ്യാങ്ങും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? ഓർ എന്ന് പറയുന്ന സാധനം ആ സോൾവെന്റിൽ ലയിക്കും. ഗ്യാങ് എന്ന് പറയുന്ന സാധനം ആ സോൾവെന്റിൽ ലയിക്കില്ല. അപ്പൊ പിന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാലോ. കാരണം ഒരു സാധനം സോൾവെന്റിൽ ലയിച്ചു, മറ്റേ സാധനം സോൾവെന്റിൽ ലയിക്കില്ല. അപ്പൊ ഓറ് ഈ പറയുന്ന സോൾവെന്റിൽ ലയിക്കും, ഗ്യാങ് എന്ന് പറയുന്ന സാധനം സോൾവെന്റിൽ ലയിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലീച്ചിങ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് സംശയം ചോദിച്ചോട്ടെ, ഓർ എന്ന് പറയുന്ന സാധനം ഈ സോൾവെന്റിൽ ലയിച്ചില്ലേ? ലയിച്ചു എന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ പിന്നെ ലയിച്ചു പോയ സാധനത്തിന് പിന്നെ എങ്ങനെയാ? എനിക്ക് ഓറല്ലേ വേണ്ടത്, അത് സോൾവെന്റിൽ ലയിച്ചല്ലോ. അപ്പൊ പിന്നെ ഇനി എങ്ങനെയാണ് ആ ഓറിനെ കിട്ടുന്നത്? എനിക്ക് ഓറിനല്ലേ കിട്ടുന്നത്. ഓർ സോൾവെന്റിൽ ലയിച്ചു പോയില്ലേ? അപ്പൊ ഇനി എങ്ങനെ കിട്ടും ഓറിനെ? എങ്ങനെ കിട്ടും ഗ്യാസിനെ?
സോൾവെന്റിൽ ലയിച്ച ഓർമ്മ എങ്ങനെ കിട്ടും എനിക്ക്? സാർ എങ്ങനെ കിട്ടും? അറിയില്ല സാർ. അറിയില്ല. കടൽ വെള്ളം, കടൽ യാസിനോട് തന്നെയാണ് ചോദിക്കുന്നത്. കടൽ വെള്ളം, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ എങ്ങനെയാ യാസിൻ വേർതിരിച്ചെടുക്കുന്നത്? അത് സെപ്പറേഷൻ മറ്റേ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ അരിച്ച്. ഒന്നും കേൾക്കപ്പെട്ടില്ല. അച്ഛനോട് ഉറക്കെ പറഞ്ഞേ. സാർ സെപ്പറേഷൻ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണേ? അതാണ് എന്റെ ചോദ്യം. കടൽ വെള്ളത്തിൽ ഉപ്പ് ലയിച്ചിരിക്കുമല്ലേ? ഉപ്പ് ലയിച്ച സാധനത്തിനെ സെപ്പറേറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ അതെങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യേണ്ടത്? അത് ആ വെള്ളം ശേഖരിച്ചിട്ട് അതിനെ അരിച്ച് കളഞ്ഞു. ശേഖരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എന്നാ പറഞ്ഞാ എനിക്ക് കേൾക്കണ്ടേ? അത് കഴിഞ്ഞ് അതിനെ അലിച്ച് വെള്ളം മറ്റേ സൂര്യപ്രകാശം കൊണ്ട് സൂര്യപ്രകാശം കൊണ്ട് വെള്ളം ഇതാവൂലേ ഇപ്പൊ ഉപ്പ് പ്രൊഡ്യൂസ് അങ്ങനെയല്ലേ? സൂര്യപ്രകാശം കൊണ്ടെന്ന് വരെ കേട്ടുള്ളൂ. ബാക്കി തറപ്പിച്ച് പറയൂ. സൂര്യപ്രകാശം കൊണ്ട് വെള്ളം ഇതാവൂലേ? ഇതാവും. എന്തിതാവൂലേ എന്ന്? സൂര്യപ്രകാശം കൊണ്ട് വെള്ളം എന്താവും? ലയിച്ചൂലേ? ലയിച്ചു പോവോ? സൂര്യപ്രകാശത്തിൽ വെള്ളം അങ്ങ് ലയിക്കും ആണോ? അല്ല അങ്ങനെയല്ല. സൂര്യപ്രകാശം ഇവാപ്പറേറ്റ് ചെയ്യും അല്ലെ? ബാഷ്പീകരിച്ചു പോകും. അതല്ലേ ഉദ്ദേശിച്ചേ? അതന്നെ ഉദ്ദേശിച്ചത്. അപ്പൊ ഉപ്പ് അവിടെ ബാക്കി കിടന്നോളും. അപ്പൊ അതുകൊണ്ട് ഒരു വസ്തു സോൾവെന്റിൽ ലയിച്ചു പോയി എന്ന് വെച്ചോണ്ട് അതിൻ്റെ അകത്തുനിന്ന് ആ വസ്തുവിനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് അർത്ഥമൊന്നുമില്ല. അപ്പൊ ഞാനത് പറയാൻ കാരണം ഇവിടെ ഓർ എന്ന് പറയുന്ന സാധനം ഈ സോൾവെന്റിൽ ലയിക്കും, ഗ്യാങ് എന്ന് പറയുന്ന സാധനം ലയിക്കില്ല. അങ്ങനെ ലയിച്ച ഓറിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ സോൾവെന്റിനെ അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഓറിനെ നമുക്ക് കിട്ടും. ഇതാണ് ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ ഈ ലീച്ചിങ് അപ്പൊ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? എങ്ങനെയാണ് ഈ ലീച്ചിങ് ചെയ്യുന്നത്? എങ്ങനെയാ ലീച്ചിങ് ചെയ്യുന്നത് പറഞ്ഞേ. പൈസ പറഞ്ഞേ ലീച്ചിങ് എങ്ങനെയാ ചെയ്യണേന്ന്. ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? പൗഡേർഡോടും മറ്റേ സൊല്യൂഷനിലേക്ക് മിക്സ് ചെയ്യണം. എന്നിട്ടത് ഫിൽട്രേഷൻ ചെയ്ത് ഓറ് വെളിയിലേക്ക് എടുക്കണം. ഗ്യാങ് അവിടെ തന്നെ. ഫിൽട്രേഷൻ ചെയ്യുമ്പോ ഓറും സോൾവെന്റും കൂടെ അല്ലേ കിട്ടുന്നത്? എന്നിട്ട് ഇവാപറേറ്റ് ചെയ്യണം കിട്ടിയ സോൾവെന്റ്. അത് തന്നെ, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതായത് എന്താണ്, നമ്മൾ ആദ്യം ഒരു പാത്രം എടുക്കുക, പാത്രത്തിൽ കുറച്ച് സോൾവെന്റ് എടുക്കുക, ആ സോൾവെന്റിലേക്ക് ഓറും ഗ്യാങ്ങും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിച്ചു? ഓറ് ഈ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തു പോകും, ഗ്യാങ് ഇതിന്റെ അകത്ത് ഡിസോൾവ് ചെയ്യില്ല. എന്നിട്ട് ഈ സൊല്യൂഷനെ അങ്ങ് ഫിൽറ്റർ ചെയ്യുക. ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യുക. ഫിൽറ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാങ് ഇപ്പൊ എന്തായാലും ലയിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഗ്യാങ് മൊത്തം ഈ ഫിൽറ്റർ പേപ്പറിൽ അടിഞ്ഞു കൂടി കിടക്കും. താഴെ നമുക്ക് ഈ സോൾവെന്റ് കിട്ടും. ഇപ്പൊ സോൾവെന്റിൽ ആരുണ്ട്? സോൾവെന്റിൽ ഓറുണ്ട്. ഓർ മാത്രമേ ഉള്ളൂ ഇപ്പൊ, കാരണം ഗ്യാങ് ഒക്കെ ഫിൽറ്റർ പേപ്പറിൽ അടിഞ്ഞു കൂടി. ഇനി നമ്മൾ ഈ സോൾവെന്റിനെ അങ്ങ് ഇവാപറേറ്റ് ചെയ്ത് കളയുക. അപ്പൊ നമുക്ക് പ്യുവർ ഓറിനെ കിട്ടും. ഇതാണ് നമ്മുടെ ലീച്ചിങ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദിസ് ഈസ് കോൾഡ് ലീച്ചിങ്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ എല്ലാവരും എഴുതിക്കോ, ലീച്ചിങ് എന്താണെന്ന് എഴുതിക്കോളുക. It is often used if the ore is soluble in a suitable solvent. If the ore is soluble in a suitable solvent. It is often used if the ore is soluble in a suitable solvent. Full stop. Here, the powdered ore is treated with a suitable solvent. Here the powdered ore is treated with a suitable solvent
in which suitable solvent in which the ore dissolves, in which the ore dissolves. Full stop. The impurities left undissolved, can be filtered and the ore is recovered from the solvent. Can be filtered and the ore is recovered from the solvent. And the ore is recovered from the solvent. അതായത് ഇമ്പ്യൂരിറ്റീസിനൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കളയുക, ഓറിനെ നമ്മൾ സോൾവെന്റിൽ നിന്ന് റിക്കവർ ചെയ്യുക. അപ്പോ ഈ ലീച്ചിങ്ങിന് ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്, അതും കൂടെ പറയാം. എന്താണ് ലീച്ചിങ്ങിന്റെ എക്സാമ്പിൾ? എല്ലാവരും നോക്കിക്കോളാം, ഇങ്ങോട്ട് നോക്കിക്കോ. ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓറാണ്. ഇത് ആരുടെ ഓറാണ് നിങ്ങൾക്ക് അറിയാമോ? ബോക്സൈറ്റ് ആരുടെ ഓറാണ്? ഏത് മെറ്റലിന്റെ ഓറാണ് ബോക്സൈറ്റ്? അതിലാ സാധനം അറിയാമോ? ഏത് മെറ്റലിന്റെ ഓറാണ് ബോക്സൈറ്റ്? അറിയോ? 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിഹാലിന് അറിയോ ഏതോ മെറ്റലിന്റെ ഓറാണോ ബോക്സൈറ്റ് എന്ന്? അറിയില്ല. അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ അലൂമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റില് 3 സാധനങ്ങളുണ്ട്. ഒന്ന് അലൂമിന, Al2O3. ഇതാണ് നമ്മുടെ ഓറ്, ബോക്സൈറ്റ്. ഇതിനെയാണ് നമുക്ക് വേണ്ടത്. Al2O3നെയാണ് നമുക്ക് വേണ്ടത്. ഈ Al2O3 കൂടാണ്ട് വേറെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇല്ലാത്തത്. അതിന്റെ ഒരു സാധനമാണ് SiO2. ഇതിനെ വിളിക്കുന്ന പേരാണ് സിലിക്ക. ഇതിനെ വിളിക്കുന്ന പേരാണ് അലൂമിന. അപ്പൊ ഈ അലൂമിനിയാണ് ബോക്സൈറ്റിലുള്ള അലൂമിനിയത്തിന്റെ ഓറ. ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അലൂമിന എന്നാണ് അതിന്റെ Al2O3. അപ്പൊ ഈ സാധനമാണ് നമുക്ക് വേണ്ടത്. പ്യൂർ ആയിട്ടുള്ള അലൂമിനിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അതിന്റെ കൂടെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ആരൊക്കെ ഉണ്ട്? SiO2, TiO2, ടൈറ്റാനിയം ഡയോക്സൈഡ്. ഇങ്ങനെ 2 ഇമ്പ്യൂരിറ്റീസും കൂടെ ആരുടെ കൂടെ ഉണ്ട്? ബോക്സൈറ്റിന്റെ കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് ബോക്സൈറ്റ് കുഴിച്ചെടുക്കുമ്പോൾ ബോക്സൈറ്റിന്റെ കൂടെ തന്നെ കാണുന്ന 2 ഇമ്പ്യൂരിറ്റീസ് ആണ് ആരൊക്കെ? സിലിക്കയും ടൈറ്റാനിയം ഡയോക്സൈഡും. SiO2 ഉണ്ട്, TiO2 ഉണ്ട്. ഇങ്ങനെ 2 ഇമ്പ്യൂരിറ്റീസും കൂടെ ചേർന്നാണ് നമുക്ക് ബോക്സൈറ്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ബോക്സൈറ്റിൽ നിന്ന് ഈ 2 ഇമ്പ്യൂരിറ്റീസിനെ വേർതിരിച്ചെടുക്കണം. 2 ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് ഈ ബോക്സൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ മിശ്രിതം, ഈ Al2O3യും SiO2യും TiO2യും കൂടെ ഉള്ള ഈ മിശ്രിതം ഉണ്ടല്ലോ, അത് നമ്മൾ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സോൾവെന്റിൽ, ലീച്ചിങ്ങിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്, നമ്മൾ സോൾവെന്റിൽ ലയിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ സോൾവെന്റ് ആരാണ്? NaOH. NaOH എന്ന് പറയുന്ന ഒരു സോൾവെന്റിൽ നമ്മൾ ലയിപ്പിക്കുന്നു. എത്ര ടെമ്പറേച്ചറില്? 473 തൊട്ട് 523 കെൽവിൻ ടെമ്പറേച്ചറും പിന്നെ 35 മുതൽ 36 ബാർ പ്രഷറും ഇത്രയും അപ്ലൈ ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മുടെ ബോക്സൈറ്റ് ഓർ ഉണ്ട്. ബോക്സൈറ്റ് ഓറിൽ ആരാ ഉള്ളത്? അലൂമിനിയാണ് നമുക്ക് വേണ്ട സാധനം. പക്ഷെ അതിന്റെ കൂടെ തന്നെ 2 ഇമ്പ്യൂരിറ്റീസും കൂടെ ഉണ്ട്. ആരൊക്കെയാണ് 2 ഇമ്പ്യൂരിറ്റി? സിലിക്കയും ടൈറ്റാനിയം ഡയോക്സൈഡും, SiO2, TiO2. ഈ 2 ഇമ്പ്യൂരിറ്റീസിനെ എനിക്ക് വേർതിരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന മിശ്രിതത്തിനെ ഒരു സോൾവെന്റിൽ ലയിപ്പിക്കണം. ഏതാണ് ഇവിടുത്തെ സോൾവെന്റ്? NaOH. എത്ര ടെമ്പറേച്ചർ? 443 തൊട്ട് 473 തൊട്ട് 523 കെൽവിൻ ടെമ്പറേച്ചറും 35 തൊട്ട് 36 ബാർ പ്രഷറും അപ്ലൈ ചെയ്യുക. എന്നിട്ട് അപ്പൊ എന്ത് സംഭവിക്കുന്നു നോക്കുക. അന്നേരം ഈ NaOHന്റെ കൂടെ ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറഞ്ഞ സാധനം റിയാക്ട് ചെയ്യില്ല. എന്ത് ചെയ്യില്ല? ടൈറ്റാനിയം ഡയോക്സൈഡ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യില്ല.
ബാക്കിയുള്ള രണ്ടുപേരും റിയാക്ട് ചെയ്യും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനേനെ മാത്രം മതി. SiO2 കൂടെ റിയാക്ട് ചെയ്യാതിരിക്കുവാണെങ്കിൽ നമുക്ക് സൗകര്യമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ടൈറ്റാനിയം ഡയോക്സൈഡ് റിയാക്ട് ചെയ്യില്ല, പക്ഷെ SiO2 NaOHന്റെ കൂടെ റിയാക്ട് ചെയ്യും, Al2O3 NaOHന്റെ കൂടെ റിയാക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കണേന്ന് നോക്കുക. ഈ Al2O3 എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യണം, നമ്മുടെ NaOHന്റെ കൂടെ റിയാക്ട് ചെയ്യും. NaOHന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സാധനമാണ് കിട്ടുന്നത്. 2NaAlOH 4 times ഇങ്ങനെ ഒരു സാധനമാണ് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ സോഡിയം അലൂമിനേറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? സോഡിയം അലൂമിനേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ആഡ് ചെയ്ത NaOHന്റെ കൂടെ ആര് റിയാക്ട് ചെയ്തു? Al2O3 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് സോഡിയം അലൂമിനേറ്റ്. നിങ്ങളോട് ഞാനിപ്പോ പറഞ്ഞില്ലേ, Al2O3 മാത്രമല്ല വേറൊരാളും കൂടെ റിയാക്ട് ചെയ്യുന്നില്ല. ആരാണ് റിയാക്ട് ചെയ്യുന്നത്? Al2O3 അല്ലാണ്ട് ഒരാളും കൂടെ റിയാക്ട് ചെയ്യുമല്ലോ. ആരാ അസ്ലമേ? മറ്റേ ആള് റിയാക്ട് ചെയ്യുന്ന ആളാരാണ്? NaOH ആയിട്ട് റിയാക്ട് ചെയ്യുന്ന അടുത്ത ആളാരാണ്? അസ്ലം, സാർ ഈ 3 പേരില് NaOH ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? SiO2. അപ്പൊ Al2O3 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോഡിയം അലൂമിനേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ SiO2 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സോഡിയം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലാക്കാൻ ഇതൊരു പാടാണ്, ഒന്ന് നോക്കിക്കൊള്ളുക. ആദ്യം എൻ്റെ എന്താ ഉള്ളത്? ബോക്സൈറ്റിൽ ആരൊക്കെ ഉണ്ട്? Al2O3 ഉണ്ട്, SiO2 ഉണ്ട്, TiO2 ഉണ്ട്. ഈ 3 പേരും ഉണ്ട്. ഈ 3 പേരിൽ എനിക്ക് ആരെ മാത്രം മതി? Al2O3 മാത്രം മതി. അതിനെ മാത്രം എനിക്ക് വേർതിരിച്ചെടുക്കണം. ബാക്കി 2 പേരും ഇമ്പ്യൂരിറ്റീസ്, അവന്മാരെ 2 പേരെയും പുറത്താക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഈ 3 പേരും അടങ്ങുന്ന മിശ്രിതത്തിലേക്ക് NaOH ഒഴിച്ചു, അല്ലെങ്കിൽ NaOHലേക്ക് ഈ 3 പേരും അടങ്ങുന്ന മിശ്രിതത്തിനെ ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ആ NaOHലേക്ക് TiO2 എന്ന് പറയുന്ന സാധനം മാത്രം റിയാക്ട് ചെയ്യില്ല, NaOH ആയിട്ട് റിയാക്ട് ചെയ്യില്ല. ബാക്കി 2 പേരും NaOH ആയിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ Al2O3 NaOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം അലൂമിനേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. SiO2 NaOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം സിലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? നിങ്ങൾക്കൊന്ന് നോക്കിക്കാമോ എന്തായിരിക്കും ഇനി ചെയ്യേണ്ടതെന്ന്? അപ്പൊ നമ്മുടെ ബീക്കറിൽ ആരൊക്കെ ഉണ്ട്? സോഡിയം അലൂമിനേറ്റ് ഉണ്ടായിട്ടുണ്ട്, സോഡിയം സിലിക്കേറ്റ് ഉണ്ടായിട്ടുണ്ട്, കൂടെ നമ്മളുടെ റിയാക്ട് ചെയ്യാത്ത TiO2 ആ ബീക്കറിൽ കിടക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു പറയാമോ? ആദിൽ നസീഹിന് പറയാമോ ഇനി എന്ത് ചെയ്യുന്നത്? TiO2 ആദ്യം ഫിൽട്ടർ ചെയ്ത് മാറ്റണം. അത് തന്നെ. ആദ്യം ഇനി ഇതിനെ അങ്ങ് ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? TiO2 മാറിപ്പോളും. TiO2 നമുക്ക് ഫിൽട്ടർ പേപ്പറിൽ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനത്തിനെ ഫിൽട്ടർ ചെയ്യണം. അപ്പൊ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ TiO2 പോയി കിട്ടി. കാരണം TiO2 റിയാക്ട് ചെയ്യാണ്ട് കിടക്കുവാണല്ലോ, അപ്പൊ അത് പോയി കിട്ടിക്കോളും. ഇനി നമ്മുടെ ബീക്കറിൽ ആരൊക്കെയാ ഉള്ളത്? ബാക്കി ഇനി ബീക്കറിൽ ആരൊക്കെ ഉണ്ട് നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഹാരിസ് പറഞ്ഞു, ഇനി ആരൊക്കെ ബീക്കറിലുള്ളത്? എത്ര പേര് ശ്രദ്ധിച്ച് കേട്ടിരുന്നോ എന്ന് നോക്കട്ടെ. സോഡിയം അലുമിനേറ്റും സോഡിയം സിലിക്കേറ്റും. സോഡിയം അലുമിനേറ്റും ഉണ്ട്, സോഡിയം സിലിക്കേറ്റും ഉണ്ട് ഇപ്പൊ ഇവിടെ നമ്മളുടെ ബീക്കറിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സോഡിയം അലൂമിനേറ്റും സോഡിയം സിലിക്കേറ്റും അടങ്ങുന്ന ഈ മിശ്രിതം, ആ മിശ്രിതത്തിലേക്ക് നമ്മൾ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യണം. എന്ത് ചെയ്യണം? കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? സോഡിയം സിലിക്കേറ്റ് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. എന്ത് ചെയ്യില്ല? സോഡിയം സിലിക്കേറ്റ് എന്ന് പറയുന്ന സാധനം കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പക്ഷെ ഈ സോഡിയം അലൂമിനേറ്റ് എന്ന് പറയുന്ന സാധനം അതാരാണ്? സോഡിയം അലൂമിനേറ്റ് ആരാണ്? NaAlOH 4 times. ഈ സാധനം ആരുമായിട്ട് റിയാക്ട് ചെയ്യും? കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഇത് ബാലൻസ്ഡ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ബോർഡിൽ എഴുതുന്നത് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല, അതുകൊണ്ട് ഇപ്പൊ എഴുതിയെടുക്കണ്ട, ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഈ പറയുന്ന സോഡിയം അലൂമിനേറ്റ് എന്ത് ചെയ്യും? കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് Al2O3 XH2O ഇങ്ങനെ ഒരു സാധനം കിട്ടും. പിന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അത് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഇത് പഠിച്ചാൽ മതി. അപ്പൊ ഈ പറയുന്ന ബീക്കറിലുള്ള സോഡിയം അലൂമിനേറ്റ് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടും? Al2O3 XH2O എന്ന് പറയുന്ന സാധനം കിട്ടും.
സോഡിയം സിലിക്കേറ്റ് എന്ത് ചെയ്യില്ല, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. വീണ്ടും ഈ സൊല്യൂഷനെ ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന Al2O3 XH2 അടങ്ങുന്ന സൊല്യൂഷൻ കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് 1470 കെൽവിൻ ടെമ്പറേച്ചർ കൊടുത്ത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വാട്ടർ കണ്ടന്റ് ഒക്കെ പോയിക്കോളും. ബാക്കി നമുക്ക് Al2O3 മാത്രമായിട്ട് കിട്ടും. ഇതിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. 2, 3, 4 സ്റ്റെപ്പ് ഉണ്ട്. എല്ലാ സ്റ്റെപ്പും ആദ്യം തൊട്ട് ഒന്നോടെ പറയാം, മനസ്സിലാവാത്തവർ കേട്ടിരുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ പറഞ്ഞ എന്തൊക്കെയാണ് മനസ്സിലായി നോക്കട്ടെ. എത്ര ആരാ പറയുന്നേ? ആഷിഖ് നാസർ പറഞ്ഞു എന്തൊക്കെയാണ് ബോക്സൈറ്റിന്റെ ലീച്ചിങ്ങിൽ എന്താ ചെയ്യുന്നത്? ബോക്സൈറ്റിന്റെ കൂടെ SiO2 TiO2 ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് NaOHന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ SiO2 Al2O3 റിയാക്ട് ചെയ്തിട്ട് സോഡിയം സിലിക്കേറ്റും സോഡിയം അലൂമിനേറ്റും ഫോം ചെയ്യും. എന്നിട്ട് മറ്റേ TiO2 ഫിൽട്ടർ ചെയ്ത് മാറ്റും. പിന്നെ ഈ Al2O3 CO2 കൂടെ റിയാക്ട് ചെയ്തിട്ട് Al2O3 XH2 ഉണ്ടാവും അല്ലേ? അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Al2O3 കിട്ടും. ഇത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ ലീച്ചിങ്, ബോക്സൈറ്റിലെ ലീച്ചിങ് എന്ന് പറയുന്നത്. ഒന്നോടെ പറഞ്ഞു നോക്കിയാൽ എങ്ങനെയൊക്കെയാണ് 3 പേര്. ആരൊക്കെയാണ് 3 പേര്? Al2O3 SiO2 TiO2 3 പേരുണ്ട്. ബീക്കറിന്റെ ഉള്ളിൽ ഇപ്പൊ 3 പേരുണ്ട്. ബീക്കർ എടുത്ത് അതിന്റെ ഉള്ളിൽ 3 പേരുണ്ടെന്ന് വിചാരിക്കുക. ഈ 3 പേരെ നമ്മൾ എന്ത് ചെയ്യുക? NaOH ഡിസോൾവ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിച്ചു? അതിൻ്റെ അകത്തുള്ള TiO2 മാത്രം NaOH ആയിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പൊ പിന്നെ അവനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റി കളയാലോ. റിയാക്ട് ചെയ്യില്ലാത്തവരല്ലേ നമ്മൾ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നത്. അപ്പൊ TiO2നെ ഞാൻ മാറ്റി കളഞ്ഞു. ഇനി ഇപ്പൊ ബീക്കറിൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ Al2O3 SiO2 അവർ രണ്ടുപേരും NaOH ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ Al2O3 റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം അലുമിനേറ്റ് ഉണ്ടാവും. SiO2 റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം സിലിക്കേറ്റ് ഉണ്ടാവും. അപ്പൊ രണ്ടുപേരും ഇപ്പൊ ബീക്കറിലുണ്ട്. ഇനി അതിനകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ സോഡിയം സിലിക്കേറ്റ് റിയാക്ട് ചെയ്യില്ല. സോഡിയം അലുമിനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് Al2O3 XH2 എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ആ Al2O3 XH2നെ ഹീറ്റ് ചെയ്യാം. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് Al2O3 ഉള്ളൂ. ഇതാണ് ലീച്ചിങ് ഓഫ് ബോക്സൈറ്റ്. എഴുതിക്കോളൂ എല്ലാവരും. പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ്. Bauxite is an ore of aluminium. ഇത് സ്പീഡിൽ എഴുതിക്കോട്ടോ. Bauxite is an ore of aluminium which contains bauxite is an ore of aluminium. കുറച്ച് സ്പീഡിൽ എഴുതിക്കോ. Which contains silica. Which contains silica. ബ്രാക്കറ്റിൽ SiO2. Silica ബ്രാക്കറ്റിൽ SiO2. And titanium dioxide. And titanium dioxide. Bracket TiO2. And titanium dioxide as impurities. As impurities. Titanium dioxide as impurities. Full stop. This ore is treated with concentrated NaOH. This ore is treated with the concentrated NaOH. Concentrated NaOH at 473 to 523 Kelvin. At body temperature at 473 to 523 Kelvin and 35 to 36 bar pressure. And 35 to 36 bar pressure. Full stop.
Al2O3 and SiO2 react with NaOH to form sodium aluminate and sodium silicate respectively. Sodium aluminate and sodium silicate respectively. Sodium aluminate and sodium silicate respectively. Full stop. TiO2 will not react with NaOH. TiO2 will not react with the NaOH. എന്നിട്ട് താഴെ ഞാൻ എഴുതുന്ന ഇക്വേഷൻ എഴുതുക. Al2O3 plus 2NaOH plus 3 water gives 2NaAlOH 4 times. ഇതാണ് സോഡിയം അലൂമിനേറ്റ്. സോഡിയം സിലിക്കേറ്റിന്റെ ഇക്വേഷൻ എഴുതണ്ട, അത് പഠിച്ചാൽ മതി. സോഡിയം സിലിക്കേറ്റ് ഉണ്ടാവുമെന്ന് പഠിച്ചാൽ മതി, എന്റെ ഇക്വേഷൻ എഴുതാൻ പഠിക്കണ്ട. Full stop. To the above solution, equation എഴുതുക, എന്നിട്ട് താഴെ എഴുതുക to the above solution, comma, CO2 is passed, carbon dioxide, CO2 is passed full stop. Thus CO2 is passed, thus Al2O3 dot XH2O, thus Al2O3 dot XH2O is precipitated. Full stop. Sodium silicate does not react with CO2. എന്നിട്ട് ഞാൻ താഴെ എഴുതുന്ന ഇക്വേഷൻ എഴുതുക. 2NaAlOH 4 times ആണ് സോഡിയം അലുമിനേറ്റ്. അതിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ എന്ത് പാസ് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യുന്നത്, CO2. അപ്പൊ നമുക്ക് Al2O3 ഡോട്ട് XH2O കിട്ടും, പ്ലസ് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് സോഡിയം ബൈകാർബണേറ്റും കിട്ടും, NaHCO3. ഇനി എന്ത് ചെയ്താൽ മതി? ഹീറ്റ് ചെയ്താൽ മതി. ഇനി അവസാനത്തെ സെന്റൻസ് ആയിട്ട് താഴെ എഴുതുക. Al2O3 dot XH2O എഴുതിയെടുക്കുക. ആദ്യം ഈ ഇക്വേഷൻ എഴുതിയെടുക്കുക. താഴെ എഴുതുക Al2O3 dot XH2O is heated
is heated and dried. It is heated and dried to get pure alumina. To get pure alumina. Bracket Al2O3. To get pure alumina. Bracket Al2O3. Al2O3.XH2O is heated and dried to get pure alumina. Al2O3.Al2O3. എന്നിട്ട് അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതുക. Al2O3.XH2O 1470 കെൽവിൻ ഹീറ്റ് ചെയ്യുമ്പോൾ അത് Al2O3 ആയിട്ട് മാറും പ്ലസ് XH2. ഇങ്ങനെയാണ് നമ്മൾ ബോക്സൈറ്റിനെ ലീച്ചിങ് വഴി സെപ്പറേറ്റ് ചെയ്യുന്നത്. വായിച്ചു നോക്കിയ എല്ലാവരും. ചോദിച്ചു നോക്കട്ടെ. ബേസിൽ ഓഡിയോ ഓൺ ചെയ്തേ. ബേസില് ആരുടെ ഓറാണ് ബോക്സൈറ്റ്? അലൂമിനിയം. ബോക്സൈറ്റിൽ കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? SiO2, TiO2. SiO2, TiO2. അപ്പൊ ആ രണ്ട് ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് ഗ്യാങ് എന്ന് വിളിക്കാലോ. അതിനെ രണ്ടിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യുന്നത്? ആ മെത്തേഡിന്റെ പേരാണ് ചോദിച്ചത്. വിച്ച് മെത്തേഡ്? മാഗ്നറ്റിക് സെപ്പറേഷൻ ആണോ, ക്രോസ് ഫ്ലോട്ടേഷൻ? എന്ത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? മെത്തേഡിന്റെ പേര് അറിയില്ലേ? മെത്തേഡിന്റെ പേര് മറന്നുപോയി. ഷോർട്ട് ടേം മെമ്മറി ലോസ്. ലീച്ചിങ് വഴിയാണ് നമ്മൾ അല്ലെ, ലീച്ചിങ് വഴി നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ നാളെ എല്ലാവരും ബോക്സൈറ്റിന്റെ സെപ്പറേഷൻ പഠിച്ചുകൊണ്ട് വരണം കേട്ടോ. ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം അതായിരിക്കും. അപ്പൊ താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ.